നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എടോ വിജയ മുതൽ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം തനിക്കായി ഒരു കൂട്ടത്തെ ഉരുവാക്കിയെടുത്തിരുന്നു. പിണറായി വിജയനെ എതിർക്കാൻ ഒരുത്തൻ ഉണ്ടടാ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആർമി എപ്പോഴും കോൺഫിഡൻസ് കാണിക്കാറുള്ളത്. ഇന്നിപ്പോൾ രാഹുൽ അനുകൂലികളുടെ പേജുകളിൽ നിറയുന്നത് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ എന്ന പരിഹാസ പോസ്റ്റുകളാണ്. വിജയൻ പറയാറുള്ള പ്രത്യേക ജനുസ് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് മുഖ്യനെ കടിച്ചുകുടയുകയാണ് മാങ്കൂട്ടം ഗ്രൂപ്പ്. ഈ പ്രത്യേക ജനുസ് പരാമർശത്തിൽ മുഖ്യനും രാഹുലും ഒന്ന് മുട്ടിയിട്ടുണ്ടല്ലോ മുൻപ്. പിണറായി എപ്പോഴും സ്വയം പൊക്കി പറയുന്നത് ഇത് ആള് വേറെയാ, പ്രത്യേക ജനുസാണ് എന്നൊക്കെയാണ്. ഒരിക്കൽ ഒരു പൊതുവേദിയിൽ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ ഇതേ ഡയലോഗ് തിരിച്ചടിച്ചിരുന്നു. ഒരു പ്രത്യേക ജനുസാണെന്ന് ആ മരുമോൻ ചെറുക്കനെ കൊണ്ട് എഴുതി പറയിപ്പിക്കൂ എന്നായിരുന്നു പരിഹസിച്ചത്. ഇന്നിപ്പോൾ രാഹുൽ ആർമി പിണറായിക്ക് മറുപടി കൊടുക്കുന്നത് ഇരട്ടച്ചങ്കൻ പറഞ്ഞ ആ പ്രത്യേക ജനുസ് രാഹുൽ ആണെന്നാണ്. പത്തനംതിട്ടയിലെ സെഷൻസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുമ്പോൾ വല്ലാതെ അങ്ങ് സ്കോർ ചെയ്യുകയാണ് ഇപ്പോൾ പാലക്കാട് MLA. നമുക്കറിയാം, ഇതുവരെ കേസും പുക്കാറും ഒക്കെ ആയിട്ട് പാലക്കാട് ഒരു MLA ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ രാഹുൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുമ്പോൾ പാലക്കാടേക്ക് പോകും എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. രാഹുൽ വല്ലാതെ അങ്ങ് സ്കോർ ചെയ്യുമ്പോൾ അതിന് വഴി വെച്ചു കൊടുത്തത് ആരാണ്? പിണറായി ഭരണകൂടം തന്നെയാണ്. ഒരു കേസ് കിട്ടുന്നു, പിന്നാലെ 2-3 കേസുകളുമായിട്ട് രാഹുലിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം എന്നൊരു നീക്കമായിരുന്നു പിണറായിക്ക് ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി കാണിച്ചു കൂട്ടിയതൊക്കെ പടുവിഡ്ഢിത്തരങ്ങളാണ്, പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് സർക്കാർ ചെലവിൽ വലിയ PR വർക്ക് നടത്തിക്കൊടുത്തു എന്ന് വേണം ഈ വിഷയത്തിൽ പറയേണ്ടത്. മുഖ്യമന്ത്രിക്ക് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിജീവിതകളെ പിന്തുണച്ച് എല്ലാ രീതിയിലും വേദികളിൽ പ്രത്യക്ഷപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അതിജീവിതകൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത്, അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതായിരുന്നു CPMന്റെ പ്രഖ്യാപനമൊക്കെ. പിന്നീട് നമ്മൾ കണ്ടതാണ് അതിജീവിതയുടെ ഫേസ്ബുക്കിലെ ഒരു കുറിപ്പ് മുഖ്യമന്ത്രി ചായ കുടിക്കുന്ന കപ്പിൽ കണ്ടതൊക്കെ. അത്തരത്തിൽ വലിയ പ്രഹസനങ്ങൾ ഇവിടെ നടന്നു. അതായത് രാഹുലിനെ ഒതുക്കാൻ പിണറായി നേരിട്ട് കളിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പ്രതീതി ഉണ്ടായി. മുഖ്യമന്ത്രിക്ക് രാഹുലിനെ കണ്ടുകൂടാ എന്നുള്ളത് വ്യക്തമായ ഒരു ചിത്രമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെ പിണറായി നേരിട്ട് വേട്ടയാടുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് ഉണ്ടായത്. ആ പൊതുബോധം ജനങ്ങളിലേക്ക് വന്നതോടുകൂടി അവർ രാഹുലിന് അനുകൂലമായി നിൽക്കാൻ തുടങ്ങി. രാഹുലിനെ വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനോട് സ്നേഹം തോന്നിയെന്ന് പറയുന്നത് പോലെ പലർക്കും രാഹുലിനെ വേട്ടയാടുന്നത് കണ്ട് ഒരു അനുകമ്പയൊക്കെ തോന്നി തുടങ്ങി. ആ അനുകമ്പ പിന്നീട് ഒരു പൂർണ്ണമായ ഒരു പിന്തുണ പ്രഖ്യാപിക്കലിലേക്ക് എത്തുകയായിരുന്നു. ജനങ്ങൾക്കും തോന്നി തുടങ്ങി, എന്തിനാണ് ഈ സർക്കാർ ഈ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന്. പക്ഷെ അയാളുടെ കയ്യിലിരിപ്പ് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ധാർമ്മികമായി അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ അപ്പോഴും പറയുന്നുണ്ട് നിയമപരമായി താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി 1ാം പരാതി വാദത്തിനെടുത്തപ്പോൾ ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 പേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്താണ് തെറ്റ്, എവിടെയാണ് തെറ്റിരിക്കുന്നത് എന്നാണ് കോടതി പോലും ചോദിച്ചത്. മറ്റൊരു കാര്യവും കൂടി അതിൽ പറഞ്ഞിരുന്നു. അതായത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളത് ഗൗരവതരമാണ് എന്ന് കോടതി വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ 1ാം പരാതിയുടെ വാദം ഇന്ന് കോടതിയിൽ നടന്നു. അത് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഹൈക്കോടതിയിൽ നിന്നും ഏതാണ്ട് അനുകൂലമായിട്ടുള്ള ഒരു വിധി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കാരണം നിയമവിദഗ്ധരും അത് ശരിവെക്കുന്നുണ്ട്. ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടന്നാൽ അതിൽ എവിടെയാണ് തെറ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. ഇവിടെ കോൺഗ്രസിന് അടികിട്ടാൻ പോകുന്നത് VD സതീശന്റെ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കേരളം ഒരു അറബിക്കടലായി ഇരച്ചു വന്നാലും തന്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കില്ല, നിലപാടിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് പോകില്ല, രാഹുലിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. രാഹുൽ പാലക്കാട് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അത് CPMനേക്കാൾ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് കോൺഗ്രസിനാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം, എന്ത് നിലപാടെടുക്കണം എന്നാലോചിച്ച് തല പുകയ്ക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. സോഷ്യൽ മീഡിയയിൽ നിന്ന് സൈബർ കമ്മികളെല്ലാം ഓടി ഒളിക്കുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് പൊതിച്ചോറ് കൊടുക്കാൻ കോടതി വളപ്പിലൊക്കെ പോയി നിന്ന CPMകാരും DYFIക്കാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവർക്കെല്ലാം ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. മറ്റൊരു വിഷയം, മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം രാഹുലിനെ അങ്ങ് തീർത്ത് കെട്ടണം എന്നുള്ളതിൽ ചില മാധ്യമങ്ങൾക്കും കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു. അത് ജനങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടുന്നെന്ന്.
പലപ്പോഴും ഈ രാഹുലിൻ്റെ കേസ് വാദത്തിനെടുക്കുമ്പോൾ കോടതി വളപ്പിലൊക്കെ രാഹുലിനെ കോടതിയിൽ നിന്ന് കോടതി വളപ്പിലേക്ക് ഇറക്കുമ്പോഴൊക്കെ വലിയ കൂക്കിവിളികളും പരിഹാസവും ആക്ഷേപവും ഒക്കെ ആയിരുന്നു. അക്കൂട്ടത്തിൽ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു. തിരുവല്ല കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ചീമുട്ടയേറ് നടത്തിയിരുന്നു ഡിവൈഎഫ്ഐ CPMകാർ. അപ്പോൾ ഒരു കമന്ററി നടത്തുന്നത് പോലെയായിരുന്നു മാധ്യമങ്ങൾ 1 ചീമുട്ട 2 ചീമുട്ട എന്നൊക്കെ വിളിച്ചു കൂവിയത്. എന്നാൽ ജാമ്യം കിട്ടി രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങളും പഞ്ചമുച്ചം അടക്കി നിൽക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും അല്ല, ചില മാധ്യമങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ രാഹുൽ ഈ മാധ്യമങ്ങളെയും തന്നെ കുരുക്കാൻ കാത്തിരുന്ന മാധ്യമങ്ങളെയും നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ്. ഭരണകൂടത്തെയും കോൺഗ്രസിനെയും മാധ്യമങ്ങളെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ചിരി ഇപ്പോഴും വല്ലാതെ അങ്ങ് വെറി പിടിപ്പിക്കുന്നുണ്ട്. അതായത് എന്ത് രീതിയിൽ ഇവനെ അടിച്ചാലും അതൊന്നും ഇവന് കൊള്ളുന്നില്ല. ഒന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അപാര തൊലിക്കട്ടിയാണ്. കാരണം ഇനി ഒന്നും വരാനില്ല, ഇതിൽ കൂടുതൽ ഒന്നും വരാനില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ അയാൾ എന്തിനേയും നേരിടാൻ അങ്ങ് ഇറങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് രാഹുൽ പറഞ്ഞ ഒരു 3ാം പരാതിക്കാരിയുമായി നടത്തിയ ചാറ്റിനകത്ത് പറയുന്ന ഒരു കാര്യവും കൂടി പ്രസക്തമാകുന്നത്. അതായത് ഞാൻ തെറ്റുകാരനും നീയൊക്കെ പുണ്യാളത്തികളുമാകുന്നത് എങ്ങനെയാണ്, അത് കൊള്ളാമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. രാഹുലിന് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു കോടതിയിലേക്ക് ഈ കേസ് എത്തുമ്പോൾ തനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അയാൾ ആകെ പേടിച്ചിരുന്നത് ജനങ്ങളെയാണ്. പക്ഷേ ജനങ്ങൾ തനിക്ക് അനുകൂലമാകുന്ന കാഴ്ച കണ്ടതോടുകൂടി രാഹുലിന് വലിയ കോൺഫിഡൻസ് ആയി. ആ കോൺഫിഡൻസ് ഇപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെല്ലാം വഴി വെച്ചു കൊടുത്തത് ഒരു ഭരണകൂടവും. പോലീസാകട്ടെ ഇന്ന് കോടതിയിൽ തലയും കുനിച്ച് നിൽക്കുകയായിരുന്നു. ഇതിനിടെ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പകരക്കാരൻ ആര്? രാഹുൽ ഇഫക്റ്റിന് പകരം UDF എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കും? 3ാമത്തെ പീഡന കേസിൽ ജാമ്യം ലഭിച്ചതോടെ രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളൊക്കെയാണ് ശക്തമാകുന്നത്. അതേസമയം മത്സരിച്ചില്ലെങ്കിലും പ്രചാരണത്തിൽ രാഹുൽ നിറഞ്ഞു നിൽക്കും. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയാലും 2 വർഷത്തിന് മേലെ ശിക്ഷ ലഭിച്ചാൽ അംഗത്വം നഷ്ടപ്പെടും. രാഹുൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനകൾ നേരത്തെ നൽകിയിരുന്നു. ഇതിനിടയിലാണ് അറസ്റ്റ് ഉണ്ടായത്. 3 മുന്നണികൾക്കും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം കടുകട്ടിയാണ്. രാഹുലിന്റെ ഇഫക്റ്റ് മറികടക്കുന്നയാളിനെ കോൺഗ്രസിന് വേണം. LDFനും BJPക്കും പീഡനക്കേസ് പ്രയോജനപ്പെടുത്താൻ പറ്റിയവരും വേണം. 3 മുന്നണികളുടെയും അന്തിമ പട്ടികയിൽ 2 വീതം പേരുകൾ മാത്രമാണെന്നാണ് വിവരങ്ങൾ. മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനില്ലെങ്കിൽ പാലക്കാട് മത്സര രംഗത്തിറക്കാൻ DCC ആലോചിക്കുന്നുണ്ട്. മറ്റൊരു പേര് BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടേതാണ്. ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് കൂടിയാണ് സന്ദീപ് എന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതേസമയം സർപ്രൈസ് സ്ഥാനാർത്ഥിയായി മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥന്റെ പേരും ചർച്ചയിലുണ്ട്. പാലക്കാട് വലിയൊരു കീറാമുട്ടിയായി ഇപ്പോൾ കോൺഗ്രസിന് മാറുകയാണ്. രാഹുൽ പുറത്തേക്ക് വരില്ല എന്നായിരുന്നു VD സതീശനും കൂട്ടരും കണക്ക് കൂട്ടിയത്. പക്ഷേ അതെല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.